ഫാഷൻ ലോകത്ത് തിളങ്ങാൻ നിങ്ങൾ തയ്യാറാണോ? ഇനി കുറച്ച് സമയം മാത്രം മതി, നിങ്ങൾക്കും ഫാഷൻ ഡിസൈനർ ആവാം. UGC അംഗീകൃത യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റിനോടൊപ്പം പുതിയ കാലഘട്ടം ആവശ്യമാക്കുന്ന AI ഫാഷൻ ഡിസൈനിങ്ങും പഠിക്കാം. സ്കിൽഷോറിൽ നിന്നും ഇൻഡസ്ട്രി റെലവൻറ്റ് കോഴ്സുകൾ, അതും കുറഞ്ഞ ഫീസിൽ. നിങ്ങളുടെ കഴിവുകളും കലാപരമായ സ്വപ്നങ്ങളും ഒത്തുചേർന്ന് നിങ്ങളുടെ ഫാഷൻ കരിയർ ആരംഭിക്കാം. ഇതാണ് അവസരം, ഇനി വൈകരുത്. ഇന്ന് തന്നെ സ്കിൽഷോറിൽ ജോയിൻ ചെയ്ത് നിങ്ങളുടെ ഡിസൈനിങ് യാത്ര തുടങ്ങൂ. ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സീഡ് സ്റ്റിച്ച് ആണ്. ഇതിനെ റൈസ് സ്റ്റിച്ച് എന്നും അറിയപ്പെടുന്നുണ്ട്. ഇതിൽ യൂസ് ചെയ്യുന്നത് റണ്ണിങ് സ്റ്റിച്ച് തന്നെയാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് സീഡ് സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടി ഒരു സ്ക്വയർ വരയ്ക്കുക. ഇതുവരെ എല്ലാം നമ്മളൊരു ലൈൻസിലാണ് ചെയ്തത്, പക്ഷേ ഇതങ്ങനെ നേരെ ചെയ്യുന്നൊരു വർക്ക് അല്ലാത്തതുകൊണ്ട് നമുക്കൊരു ചെറിയ സ്ക്വയർ വരച്ചിട്ട് അതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമുക്കിതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇത് ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യട്ടോ. ജസ്റ്റ് ഒരു നമ്മൾ റണ്ണിങ് കൊടുക്കുന്ന പോലെ പല ടൈപ്പായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത് ചെരിഞ്ഞും തിരിഞ്ഞും ഒക്കെ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയി ചെയ്യുന്ന സ്റ്റിച്ചാണ് സീഡ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഇതാണ് സീഡ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഇതിങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങളുടേതായിട്ടുള്ള ഐഡിയയിൽ നിങ്ങൾക്കിത് ഫില്ല് ചെയ്യാം. ഓക്കെ അല്ലേ? ഇനി നമുക്കിത് ലോക്ക് ചെയ്യാം. നോർമലി ലോക്ക് ചെയ്യുന്ന മെത്തേഡ് തന്നെ ലോക്ക് ചെയ്യുക. ഇതാണ് നമ്മുടെ സീഡ് സ്റ്റിച്ച്. പ്രത്യേകിച്ച് ഒരു ഓർഡർ ഇല്ലാണ്ട് കൊടുക്കുന്ന സ്റ്റിച്ചാണ് ഈ സ്റ്റിച്ച്.